എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു വർക്കൗട്ട് വീഡിയോ അല്ല, ചില കമൻറ്റുകൾക്കുള്ള ഒരു റിപ്ലൈയും കൂടിയാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ എൻ്റെ വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 2.5 മാസമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് നിങ്ങൾ ആദ്യം ഒന്ന് വണ്ണം കുറയ്ക്കുക, അപ്പം മറ്റുള്ളവർക്കും അത് യൂസ്ഫുൾ ആകും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് മാറ്റമാണോ ഉണ്ടായത്, ഈ എക്സർസൈസ് കൊണ്ട് നിങ്ങൾക്ക് എന്താണ് ഗുണം കിട്ടിയത്, അങ്ങനെയുള്ള ഒത്തിരി കമൻറ്റ്. നിങ്ങൾക്ക് ഏതൊരു എക്സർസൈസ് വീഡിയോയുടെ കമൻറ്റ് സെക്ഷൻ എടുത്താലും, ഞാൻ കമൻറ്റ് സെക്ഷൻ ഒന്നും ഓഫ് ചെയ്തിട്ടില്ല. അപ്പോൾ ഏത് എക്സർസൈസ് വീഡിയോയുടെ കമൻറ്റ് സെക്ഷൻ നിങ്ങൾക്ക് എടുത്ത് നോക്കിയാലും അതിനകത്തെല്ലാം ഇത്തരം കമൻറ്റുകളാണ് ഫുള്ളായിട്ട് ഉള്ളത്. അപ്പോൾ എനിക്ക് അവരെ കുറ്റം പറയാനൊന്നും പറ്റത്തില്ല, കാരണം ഇത്രയും വെയിറ്റുള്ള ഞാൻ എക്സർസൈസ് ചെയ്യുമ്പോഴും എക്സർസൈസ് വീഡിയോയെക്കുറിച്ച് സംസാരിക്കുമ്പോഴും നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് ചോദിക്കാനുള്ള എല്ലാ റൈറ്റ്സും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയുള്ളൊരു കുറ്റപ്പെടുത്തുമൊന്നുമല്ല. അപ്പോൾ അതിനുള്ള ഒരു ക്ലാരിഫിക്കേഷൻ, അതാണ് ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എൻ്റെ വെയിറ്റ് ലോസ് ജേർണി, അല്ലെങ്കിൽ എനിക്ക് എത്ര കിലോ കുറഞ്ഞിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ കൂടി കാണാം. എനിക്ക് 2 കുട്ടികളാണ്, 2 സിസേറിയൻ ആയിരുന്നു. അതിനുശേഷമാണ് എനിക്ക് ഇത്രയും വെയിറ്റ് വെച്ചത്. പക്ഷേ അതിനുശേഷം വെയിറ്റ് കുറയ്ക്കാനുള്ള ഒരു സമയമൊക്കെ കഴിഞ്ഞു പോയി. ഞാൻ മര്യാദയ്ക്ക് വർക്കൗട്ടും കാര്യങ്ങളും ഒന്നും ചെയ്യാത്തതുകൊണ്ടാണ് എനിക്കിപ്പോഴും ഇത്രയും വെയിറ്റ് ഉള്ളത്. അപ്പോൾ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുന്ന സമയത്തൊക്കെ കുറച്ച് വർക്കൗട്ട് ചെയ്യും, കുറച്ച് വെയിറ്റ് കുറയ്ക്കും, അതിനുശേഷം വീണ്ടും അത് വിട്ടുകളയും. അങ്ങനെയായിരുന്നു എൻ്റെ ഒരു ശീലം. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് 86 കിലോ വെയിറ്റ് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കുറേ നാളായി കഴിഞ്ഞപ്പോൾ ഞാൻ വെയിറ്റ് നോക്കുക എന്നൊരു സംഭവം ചെയ്യാതായി. കാരണം വെയിറ്റ് നോക്കുമ്പോൾ എനിക്ക് ടെൻഷനാണ്, വെയിറ്റ് എന്തായാലും കൂടിയിട്ടുണ്ടാവുമല്ലോ. അപ്പം ഞാനിങ്ങനെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചേക്കുവാണ് എനിക്ക് 80 കിലോയാണെന്നുള്ളത്. എനിക്ക് 80 കിലോ വെയിറ്റിൽ എത്തിയിട്ടുണ്ടെന്ന് ഞാനിങ്ങനെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ച് വെച്ചേക്കുമായിരുന്നു. അപ്പോൾ ഞാൻ എക്സർസൈസ് ചെയ്യുന്നില്ല, ഡയറ്റ് ചെയ്യുന്നില്ല, വേറെ ഒന്നും ചെയ്യുന്നില്ല, അങ്ങനെ പോവായിരുന്നു. ഈ കഴിഞ്ഞ ഒരു ദിവസം എനിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടതായിട്ട് വന്നു. അപ്പോൾ അവിടെ ചെന്ന് വെയിറ്റ് നോക്കിയപ്പോഴാണ് എനിക്ക് 86 കിലോ വെയിറ്റ് എത്തിയെന്ന് അറിയുന്നത്. അപ്പോൾ എനിക്ക് യൂറിക് ആസിഡ് കൂടിയിട്ടാണ് ഹോസ്പിറ്റലിൽ പോയത്. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ വന്നത് എനിക്ക് ഇത്രയും വെയിറ്റ് ആയല്ലോ എന്നോർത്തിട്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഏതാനും ദൂരം കൂടെ മുമ്പോട്ട് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇനി എത്താൻ പോകുന്നത് 90 കിലോയിലേക്കാണ്. അപ്പോൾ അങ്ങനെ വെയിറ്റ് കൂട്ടി വിട്ടാൽ എന്താകും അവസ്ഥ എന്ന് വിചാരിച്ചിട്ടാണ് ഒന്ന് വെയിറ്റ് കുറയ്ക്കാം എന്ന് വിചാരിച്ചത്. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ അങ്ങനത്തെ ഒരു ഹെൽത്ത് ഇഷ്യൂസും ഇല്ല, വെയിറ്റ് മാത്രം നന്നായിട്ടുണ്ടെന്ന് മാത്രം. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി വെയിറ്റ് കുറയ്ക്കാം. അങ്ങനെയാണ് എൻ്റെ വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ ഇൻ്റർമിറ്റിംഗ് ഫാസ്റ്റിംഗ് ആണ് ചെയ്തത്. രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 6 മണിക്കുള്ളിൽ ഭക്ഷണം കഴിച്ച് അവസാനിപ്പിക്കുന്ന രീതിയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. അതിനുശേഷം പിറ്റേ ദിവസം 10 മണിക്കാണ് എന്തെങ്കിലും ആഹാരം കഴിക്കുന്നത്. നിത്യേന 2-2.5 ലിറ്റർ വെള്ളം കുടിക്കും. പിന്നെ ഈ ജങ്ക് ഫുഡുകൾ ഒരുപാട് കഴിക്കുന്ന ശീലം എനിക്കുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള സാധനങ്ങളും ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ കൃത്യം ഫുഡിൻ്റെ സമയത്ത് മാത്രമാണ് ഇപ്പോൾ ഫുഡ് കഴിക്കുന്നത്. പിന്നെ എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അന്നേ ദിവസം ഞാൻ ഭക്ഷണം കഴിക്കാറുണ്ട്. പിന്നെ ഞായറാഴ്ച അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ദിവസമാണോ നിങ്ങളുടെ ഒരു അവധി ദിവസം നോക്കിയിട്ട് ആ ഒരു ദിവസം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഒരു നേരം കഴിക്കുക. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഭക്ഷണം കഴിക്കുന്ന സമയം ഉച്ചയ്ക്ക് മാക്സിമം ഒരു 3 മണിക്ക് മുമ്പേ അല്ലെങ്കിൽ ഒരു ഉച്ച ആ സമയത്തൊക്കെ കഴിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ കഴിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്കൊന്ന് ഡൈജസ്റ്റായി പോകാനുള്ള സമയം കിട്ടും. നമുക്ക് പിന്നെ കുറച്ച് കാര്യങ്ങളും വർക്കൗട്ടും ഒക്കെ ചെയ്യുമ്പോൾ അത് ഡൈജസ്റ്റായി പോയിക്കോളും. അപ്പോൾ നിങ്ങൾ തീരെ ഒരു ഡയറ്റ് ചെയ്യുന്നു എന്ന് ഓർത്തുകൊണ്ട് ഒന്നും കഴിക്കാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആഴ്ചയിൽ ഒരു ദിവസം ലൈറ്റായിട്ട് നിങ്ങൾക്ക് ഒരു നേരം ഭക്ഷണം അങ്ങനെ കഴിക്കാം. അങ്ങനെയൊക്കെ കഴിച്ചാണ് ഞാൻ എൻ്റെ ഒരു വെയിറ്റ് ലോസ് ഇപ്പം നടത്തിക്കൊണ്ട് പോകുന്നത്. എന്നെ സംബന്ധിച്ച് ഞാൻ ഹാപ്പിയാണ്, കാരണം ഞാൻ വർക്കൗട്ട് ചെയ്യുന്നുള്ളതിനും ഞാൻ ഡയറ്റ് ചെയ്യുന്നുള്ളതിൻ്റെയും ഒരു റിസൾട്ട് എനിക്ക് കിട്ടുന്നുണ്ടെന്ന് എനിക്ക് ബോധ്യമുണ്ട്. ഈ വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളെ അതോടെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് എൻ്റെ വെയിറ്റ് ലോസ് ജേർണി, എൻ്റെ എക്സർസൈസ് ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ അപ്പോൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യമേ എൻ്റെ വെയിറ്റ് 86 കിലോ ആയിരുന്നു. 86 കിലോ ഉള്ള സമയത്ത് ഞാൻ യൂട്യൂബ് ചാനലൊന്നും തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വീട്ടിൽ വന്ന് ചെറുതായിട്ട് ഡയറ്റിങ്ങും പിന്നെ എക്സർസൈസും ഒക്കെ ചെയ്ത് അങ്ങനെ ചെയ്താണ് 2 കിലോ വെയിറ്റ് കുറഞ്ഞത്. 2 കിലോ വെയിറ്റ് കുറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ചെയ്യുന്ന രീതി ശരിയാണ്, ഞാൻ ശരിയായ രീതിക്കാണ് പോകുന്നതെന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് വെക്കാൻ തുടങ്ങി. അപ്പോഴും ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് വീണ്ടും ഒരു 83 കിലോ 82 കിലോ ഒക്കെ ആയ സമയത്ത് ഞാൻ വിചാരിച്ചു ശരി അങ്ങനെയാണെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാം.
കാരണം എന്നെപ്പോലെ ഇത്രയും വെയിറ്റ് ഉള്ള ഒരാൾ വണ്ണം കുറയ്ക്കുന്നത് കാണുമ്പോൾ തീർച്ചയായിട്ടും വേറെയുള്ളവർക്കും അതൊരു ഇൻസ്പിറേഷൻ ആകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പം നന്നായിട്ട് എക്സർസൈസ് ചെയ്യുന്ന ഒരാൾക്ക്, അതല്ലെങ്കിൽ വണ്ണമൊന്നും ഇല്ലാത്ത ഒരാൾക്ക് എൻ്റെ ഒരു യൂട്യൂബ് ചാനലിൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് സ്വന്തമായിട്ട് എക്സർസൈസ് ചെയ്യാം. അല്ലെങ്കിൽ എന്നെക്കാട്ടിലും എത്രയോ യോഗ്യരായിട്ടുള്ള ആൾക്കാർ യൂട്യൂബിൽ വീഡിയോസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവരുടെ വീഡിയോസ് നോക്കി ചെയ്യാവുന്നതാണ്. ഞാൻ ഉദ്ദേശിക്കുന്ന എൻ്റെ ഒരു ചാനലിൻ്റെ ഒരു ഉദ്ദേശം എന്ന് വെച്ചാൽ, എന്നെപ്പോലെ പ്ലസ് സൈസായിട്ടുള്ള ആൾക്കാർ, ഓവർ സൈസായിട്ടുള്ള ആൾക്കാർക്ക് ഇപ്പോൾ എൻ്റെ വണ്ണം കുറയുന്ന കാണുമ്പോൾ അവർക്കും ഒരു ഇൻസ്പിറേഷൻ ആവുമല്ലോ. ഇത്രയും വണ്ണമുള്ള ഇവർ വണ്ണം കുറയ്ക്കുന്നുണ്ടല്ലോ, അപ്പോൾ എനിക്കും സാധിക്കും എന്നൊരു ചിന്ത അങ്ങനെ ഒരാളിൽ ഉണ്ടാവുന്നെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്ന് മാത്രമാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ യൂട്യൂബിൽ തന്നെ ചില വീഡിയോസൊക്കെ, അതായത് ചില ബ്യൂട്ടി ടിപ്സൊക്കെ ചെയ്യുന്ന ചാനലുകാരുടെ വീഡിയോസ് കാണുമ്പോൾ അതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഞാൻ കാണാറുണ്ട്. അവരെന്തെങ്കിലുമൊക്കെ ഒരു ഹോം റെമഡീസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഫേസിലോ അല്ലെങ്കിൽ അവരുടെ കയ്യിലോ ഒക്കെ അപ്ലൈ ചെയ്ത് കാണിക്കും. ആ സമയത്ത് അതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ കാണാറുണ്ട്, നിങ്ങൾ നന്നായിട്ട് വെളുത്താണല്ലോ ഇരിക്കുന്നത്, പിന്നെ അപ്പോൾ നിങ്ങളൊരു കറുത്ത ആളിൽ ചെയ്ത് കാണിക്കുക, അപ്പോൾ ഞങ്ങൾ വിശ്വസിക്കാം, അങ്ങനെയുള്ള കമൻറ്റൊക്കെ കാണാറുണ്ടല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ എന്തെങ്കിലും ഒരിക്കൽ വണ്ണം കുറച്ച് കൊണ്ടുവന്നിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതെങ്കിൽ ആ സമയത്ത് നിങ്ങൾ പറയത്തില്ലേ, നിങ്ങൾക്ക് വണ്ണമൊന്നും ഇല്ലല്ലോ, നിങ്ങൾക്ക് വണ്ണം കുറവാണല്ലോ, നിങ്ങൾ വണ്ണം ഉള്ള ഒരാളെ ചെയ്തിട്ട് വണ്ണം കുറച്ച് കാണിക്കുക, അപ്പം ഞങ്ങൾ വിശ്വസിക്കാമെന്ന് ആ സമയത്ത് നിങ്ങൾ പറയത്തില്ലേ. ഞാൻ അവിടം വരെയൊക്കെ ചിന്തിച്ചു. അപ്പം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വണ്ണമുള്ള സമയത്ത് തന്നെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. ഇത്രയും വണ്ണമുള്ള ഞാനിങ്ങനെ വണ്ണം കുറയ്ക്കാൻ എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ അത് വണ്ണമുള്ള ഒരാൾക്ക്, അല്ലെങ്കിൽ വണ്ണം കുറയ്ക്കണം എന്ന് അതിയായി ആഗ്രഹിക്കുന്ന ഒരാൾക്ക്, ഇനി ഇതൊന്നും നമ്മളെ കൊണ്ട് നടക്കത്തില്ല എന്ന് ചിന്തിക്കുന്ന ഒരാൾക്ക് അതൊരു ഇൻസ്പിറേഷൻ ആവട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതല്ലാതെ നല്ല സ്ലിം ആയിട്ടുള്ള ആൾക്കോ, അല്ലെങ്കിൽ എല്ലാ എക്സർസൈസും ചെയ്യാൻ പറ്റുന്നവർക്കോ, അല്ല ജിമ്മിലൊക്കെ പോയി നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുന്നവർക്കോ, വെയിറ്റ് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നവർക്കൊന്നും എൻ്റെ യൂട്യൂബ് ചാനൽ കൊണ്ട് ഒരാവശ്യവുമില്ല. ഞാൻ അങ്ങനെയുള്ളൊരു ഉദ്ദേശിച്ചിട്ട് പോലും അല്ല എൻ്റെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ നല്ല ഓവർ സൈസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഫോട്ടോക്കെ ചെയ്യുമ്പോൾ എൻ്റെ കൂടെ ചെയ്യാൻ പറ്റുമല്ലോ. കാരണം ഞാൻ ചെയ്യുന്ന വലിയ കഠിനമായിട്ട് വലിയ കട്ടിയായിട്ടുള്ള എക്സർസൈസ് ഒന്നുമല്ല. കാരണം എനിക്ക് അങ്ങനത്തെ ചെയ്യാൻ പറ്റത്തില്ല, എൻ്റെ ശരീരം എന്നെ അനുവദിക്കത്തില്ല. അപ്പം ഞാൻ ചെയ്യുന്ന എക്സർസൈസുകൾ കാണുമ്പോൾ എന്നെപ്പോലെ ഒരാൾ കൂടെ വണ്ണം കുറയ്ക്കാൻ പറ്റിയാൽ കുറച്ചോട്ടെ എന്ന് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ ദിവസത്തെയും വെയിറ്റ് ലോസും കാര്യങ്ങളും, ഇപ്പം എനിക്ക് എന്തോരം വെയിറ്റ് ഉണ്ട്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഈ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ പറയാനുള്ളൂ. കളിയാക്കിയവരോടൊന്നും പരാതിയില്ല. നിങ്ങൾ ആരാണേലും അങ്ങനെ വിചാരിക്കും. കാരണം ഞാൻ വന്ന് കിടന്ന് ഇത്രയും വർക്കൗട്ടിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇത്രയും ദിവസം ചെയ്യൂ, ഇങ്ങനെ ചെയ്യൂ, അങ്ങനെ ചെയ്യൂ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിക്കും, ആദ്യം ഈ പറയുന്ന ആൾ വണ്ണം കുറച്ച് കാണിക്കുക, എന്നിട്ട് വേറുള്ളവരെ ഉപദേശിക്കാൻ വാ എന്നുള്ള രീതിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതെനിക്ക് മനസ്സിലാവും. പക്ഷേ ഒരാളെ നിർബന്ധിക്കാനോ ഒരാളും അല്ലെ വണ്ണം കുറച്ചില്ലെങ്കിൽ ഒന്നും സംഭവിക്കുന്ന ഒന്നുമല്ല. നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുക എന്നുള്ളതാണ് മുഖ്യം. ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വണ്ണം ഒന്ന് കുറയ്ക്കുന്നത് നന്നായിരിക്കും. എല്ലാം നിങ്ങൾ ഹെൽത്തിയാണ്, നിങ്ങൾക്കൊരു പ്രശ്നവുമില്ല, നിങ്ങളുടെ വണ്ണം നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അങ്ങനെ തന്നെ പോയാൽ മതി. ഒരാളുടെയും വാക്ക് കേട്ട് നമ്മൾ മാറേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ അങ്ങനെയൊന്നും എൻ്റെ ചാനൽ കൊണ്ട് ഉദ്ദേശിച്ചിട്ടില്ല. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, ആരെങ്കിലും ചെയ്യുന്നെങ്കിൽ ചെയ്തോട്ടെ എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ എല്ലാവർക്കും നന്ദി. എൻ്റെ വെയിറ്റ് ലോസിൻ്റെ വീഡിയോസ് കാണാം, എത്ര കിലോ കുറഞ്ഞു, എന്താണ് സംഭവം ഒക്കെ കാണാം. ഓക്കെ, അപ്പോൾ വെയിറ്റ് ലോസ് ഇനിയും എനിക്ക് മുമ്പോട്ട് ഒരുപാട് ദൂരം പോകാനുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള കസരത്തുകളാണ് ഞാനിപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ നിങ്ങൾക്കൂടെ ഷെയർ ചെയ്തു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇഷ്ടമുള്ളവർ സ്വീകരിക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. താങ്ക് യു. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 86 കിലോ ഉണ്ടായിരുന്നു. ആ സമയത്തെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല, എൻ്റെ കയ്യിലില്ലയെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിനുള്ളൊരു പ്രൂഫ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങളെ വിശ്വസിപ്പിക്കണമല്ലോ. എൻ്റെ പേരാണിത്, ഷിൻഡു തോമസ് എന്നാണ് എൻ്റെ പേര്. ഇത് എടുത്തിരിക്കുന്നത് ഫെബ്രുവരി 2024 അന്നത്തെ എൻ്റെ വെയിറ്റാണിത്, 86.8. ഓക്കെ, ഇതാണ് എൻ്റെ തുടക്കത്തിലുണ്ടായിരുന്ന വെയിറ്റ്, 86.8. അപ്പോൾ 84 കിലോ മുതലാണ് ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്തത് ജൂൺ 1 തീയതിയായിരുന്നു. അപ്പോൾ ഇനി നമുക്കങ്ങോട്ട് കാണാം.
ഇപ്പോൾ ഈ 2.5 മാസം കൊണ്ട് എൻ്റെ വെയിറ്റ് കൃത്യം 10 കിലോ കുറഞ്ഞ് 76 കിലോ എത്തിയിട്ടുണ്ട്. ഇനിയും കുറയ്ക്കാനുണ്ട്. ഇനിയും ഒരു 10 കിലോയൊക്കെ കുറയ്ക്കണം എന്നാണ് ആഗ്രഹം. അതിനുള്ള കസരത്തുകളുമായിട്ട് വീണ്ടും ഞാൻ മുന്നോട്ട് പോകുന്നു. ഒപ്പം കൂടേണ്ട എല്ലാവർക്കും ഒപ്പം കൂടാം. സ്വാഗതം. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും നന്ദി. നമസ്കാരം. ബൈ.